സംസാരിക്കുന്നത് മഹാഭാരതത്തിലെ അർജുനെ കുറിച്ചല്ല, ഈ വേഷത്തിന്റെ കുറിച്ചിനെ കുറിച്ചാണ്. അഭിനയകലയെ പുനർനിർവചിച്ചുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ അരങ്ങേറ്റം. തിരശീലകളെ പ്രകമ്പനം കൊള്ളിച്ച വില്ലനിൽ നിന്ന് ഉള്ളുലയ്ക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് അതിവേഗം സഞ്ചരിച്ച അഭിനയ പ്രതിഭ. സിനിമ കണ്ടുപഴകിയ എല്ലാത്തരം അഭിനയശീലങ്ങളെയും ശൈലികളെയും മോഹൻലാൽ വളരെ പെട്ടെന്ന് പൊളിച്ചെഴുതി. അടുത്ത നിമിഷം എന്താണുണ്ടാകുക എന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉത്കണ്ഠ എപ്പോഴും പ്രേക്ഷകരിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു പ്രതിഭാധനനായ ഈ നടന്റെ അരങ്ങുവാഴ്ച. ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാവുന്ന പരമാവധി വേഷപ്പകർച്ചകളിലൂടെ 1980കളിലും 90കളിലും തന്നെ മോഹൻലാൽ കടന്നുപോയി. മലയാളികളുടെ സവിശേഷമായ ജീവിത വീക്ഷണത്തിന്റെ പകർന്നാട്ടങ്ങളായിരുന്നു അക്കാലത്ത് മോഹൻലാലിന്റെ വേഷങ്ങളെല്ലാം. പല പതിറ്റാണ്ടുകൾ നമ്മൾ മോഹൻലാലിനൊപ്പം പൊട്ടിച്ചിരിക്കുകയും വിതുമ്പി കരയുകയും ചെയ്തു. മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ പകർന്ന ദാർശനിക ചിന്തകൾ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ടിരുന്നു. ആർക്കും എളുപ്പം പിടികിട്ടാത്ത അസാധാരണമായ ഇച്ഛാശക്തി മോഹൻലാലിനെ നടൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും വേറിട്ടു നിർത്തുന്നു. കാലത്തിൽ തകർക്കാനാകാത്ത ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലികളായ അഭിനേതാക്കളിൽ ഒരാളായ മോഹൻലാൽ. പ്രായഭേദമന്യേ പ്രേക്ഷക മനസ്സുകളിൽ ചിരഞ്ജീവിത്വം ആർജിച്ച ഒരു ഫാന്റസി. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അറിവിന്റെ മഹോത്സവത്തിൽ വിജയികളായ ഗുരുതുകളെ അഭിനന്ദിക്കാൻ മലയാളികളുടെ അഭിമാനമായ കലാകാരനെ ശ്രീ മോഹൻലാലിനെ. Okay, thank you so much for watching the video. മലയാളിയുടെ സംവേദനക്ഷമതയുടെ അരികുകളിൽ തീ കൊളുത്തിയ സർഗാതനായ സാഹിത്യകാരനാണ് ശ്രീ എം മുകുന്ദൻ. ആഖ്യാന വൈവിധ്യങ്ങളിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച ശ്രീ എം മുകുന്ദൻ എന്ന എഴുത്തുകാരനെ കുറിച്ച് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പത്മഭൂഷൺ മോഹൻലാൽ. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ ഒ പി സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അവരുടെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കെ ജെ തോമസ്. ഈ ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ എം വി വിജയൻ അവറുകളാണ്, സംഘാടക സമിതി ചെയർമാൻ. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീ എ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശ്രീമതി ഷൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സർ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തികളെ, എല്ലാവർക്കും സന്തോഷകരമായ സായാഹ്നം നേരിടും. കണ്ണൂരിൻ്റെ ഈ അക്ഷരമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് ഓർമ്മകൾ എന്നെ വന്ന് തലോടുന്നു. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കണ്ണൂർ. ഏതാണ്ട് 40-45 വർഷമായിട്ട് ഞാൻ കണ്ണൂരിനെ അറിയുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ
ഒരുപാട് സിനിമകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല സിനിമകൾ എനിക്ക് ഈ നഗരം തന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തു പറയാവുന്ന സിനിമകൾ ഞാൻ ഇന്ന് ഈ വഴി വരുമ്പോൾ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ കാണുകയുണ്ടായി. സതയം എന്ന ചിത്രം, അതുപോലെ അയാൾ കഥ എഴുതുകയാണ്, നാടുവാഴികൾ, ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് ശബ്ദങ്ങൾ, ഒരുപാട് ഓർമ്മകൾ കണ്ണൂർ നഗരം എനിക്ക് തന്നിട്ടുണ്ട്. വധശിക്ഷ കാത്തിവിടുത്തെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സത്യനാഥനും സുഹൃത്തായ തഹസീൽദാറിന്റെ വീട് അന്വേഷിച്ചു വരുന്ന ജോലി സാഗർ കൊക്കപ്പുറവും ചിത്രീകരിച്ച ഈ കൽറ്റക്സ് ജംഗ്ഷനും പയ്യാമ്പലം ബീച്ച് തിരുവനന്തപുരവും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും എനിക്ക് വളരെ പ്രിയപ്പെട്ട നഗരമാണ്. കഴിഞ്ഞ 10 വർഷമായി ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം എന്ന ഈ പദ്ധതിയുമായി ഞാൻ സഹകരിക്കുന്നുണ്ട്. 10 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. 10 വർഷത്തിനിടെ ഒരുപാട് കുഞ്ഞുമുഖങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇടയ്ക്കൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും. അവർ നന്മയുടെയും വിജയത്തിൻ്റെയും വഴിയിലൂടെ അവരുടെ ജീവിതയാത്ര തുടരുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. മാതാപിതാക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ശരി, കുട്ടികൾ പ്രതീക്ഷയുടെ നാളങ്ങളാണ്. നാളെയുടെ വസന്തത്തിൻ്റെ വാഹകരായി അവരെയാണ് നാം കാണുന്നത്. ഈ ലോകത്തെയും സമൂഹത്തെയും അവരിലാണ് നാം ഏൽപ്പിച്ച് കൊടുക്കുന്നത്. അവർ ഈ പ്രപഞ്ചത്തെ കേൾപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അക്ഷരമുറ്റം ഇന്നിൻ്റെ വെറുപിടി ചടങ്ങല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ്, ഭാവിക്ക് വേണ്ടിയുള്ള നന്മയുടെ വാർത്തെടുക്കലാണ് അക്ഷരമുറ്റം എന്ന ഈ മഹത്തായ സത്യം. 7 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ തന്നാൽ അവനെ ഞാൻ ആര് വേണമെങ്കിലും ആക്കിത്തരാമെന്ന് ഒരു വാചകമുണ്ട്. അത് പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. നന്മ പോലെ തന്നെ തിന്മയും കുട്ടികളിൽ വളർത്താം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അക്ഷരമുറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളിലെ നന്മ വളർത്തിയെടുക്കാനും തിന്മയുടെ വഴികളിലേക്ക് അവർ പോകാതിരിക്കാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമായത്. അതെനിക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പക്ഷേ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് ചുറ്റും നന്മയേക്കാൾ തിന്മയാണ് ഇപ്പോൾ കാണുന്നത്. പഴയ കാലത്തിൻ്റെ ഒരുപാട് വെളിച്ചങ്ങളും വിശാലതകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞു കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെയും തകർക്കുകയുമാണ് കേരളത്തെ പ്രധാന വിനോദമെന്ന് ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മുകുന്ദൻ സാറിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ നാടകരൂപത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അതിലെ വാചകങ്ങൾ പറയുമ്പോൾ മറ്റേതോ കാലത്തിൻ്റെ സുഖകരമായ ഒരു നിഷ്കളങ്കത ഞാൻ അനുഭവിച്ചു.